മലയാളത്തിലൊരു പ്രോപ്പർ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ തുടക്കമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. നമ്മൾ പണ്ട് കേട്ടു മറന്ന പല മിത്തുകളായിട്ടുള്ള ചാത്തൻ, മാടൻ, മർദ, യക്ഷി തുടങ്ങിയ മിത്തൊക്കെ ഒരു പുതിയ രൂപത്തെ അവതരിപ്പിക്കുകയാണ് ഈ സിനിമയിൽ. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പലർക്കും പല സംശയങ്ങളുണ്ടായിരിക്കും. അതിൻ്റെ എൻഡിങ്ങിനെ പറ്റി, ഇതിൽ വന്ന ക്യാമിയോസിനെ പറ്റി, അത് കഴിഞ്ഞ പോസ്റ്റ് ക്രെഡിറ്റും മിഡ് ക്രെഡിറ്റ് സീനിനെ പറ്റിയൊക്കെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. വെൽക്കം ടു ഷോഡോൺ ടാക്കീസ്. ഞാൻ ആദർശ് പ്രവീൺ. നമുക്കറിയാവുന്ന കേരളത്തിലെ പലതരത്തിലുള്ള മിത്തുകളെ ഒരു പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഈ സിനിമയിൽ. മാടൻ, മറുത, ചാത്തൻ, യക്ഷി, ഒടിയൻ, ഇതെല്ലാം ഒരു പുതിയ രൂപത്തിൽ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയും. ഇതിൽ കല്യാണം അവതരിപ്പിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധിയായ യക്ഷിയായ കള്ളിയങ്കാട്ട് നീലിയാണ്. പക്ഷേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ലിറ്ററേഷനിലുള്ള നീലിയെ പോലെ വെള്ള സാരി ഉടുത്ത് രാത്രിയിൽ മുടിയഴിച്ചിട്ട് വരുന്ന ക്യാരക്ടറല്ല ഇത്. ഒരു പ്രോപ്പർ സൂപ്പർ ഹീറോ ആയിട്ടാണ് നീലിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നീലിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പേരാണ് കടമറ്റത്ത് കത്തനാർ. ഈ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച ക്യാമിയോ അപ്പിയറൻസ് കണ്ടു എനിക്ക് തോന്നിയത് സണ്ണി വെയിൻ്റെ കടമറ്റത്ത് കത്തനാർ തന്നെയായിരുന്നു. പക്ഷേ ഇതിൽ അവർ കുറച്ച് വെറൈറ്റി പിടിച്ചിരിക്കുകയാണ്. കാരണം സാധാരണ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കഥകളിലെല്ലാം കടമറ്റത്ത് കത്തനാരും നീലിയും ആജന്മ ശത്രുക്കളായിരുന്നു. കടമറ്റത്ത് കത്തനാർ ഒരു പ്രോപ്പർ പ്രോട്ടഗോണിസ്റ്റും നീലി ഒരു ആൻറ്റഗോണിസ്റ്റുമായിട്ടാണ് എല്ലാ കഥകളിലും ഉള്ളത്. പക്ഷേ ജയസൂര്യയുടെ അപ്കമിങ് മൂവിയായ കത്തനാരിൽ നമുക്ക് പ്രോപ്പർ ആൻറ്റഗോണിസ്റ്റായിട്ട് നീലിയെ കാണാൻ കഴിയുന്നത് പ്രതീക്ഷിക്കുക. അനുഷ്ക ഷെട്ടിയാണ് അതിൽ നീലിയായിട്ട് വരുന്നത്. ഈ പടത്തിലെ ഏറ്റവും ഫണ്ണി ആൻഡ് ഗൂഫി ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് തോന്നിയത് ടൊവിനോസ് ചാത്തനായിരുന്നു. ഐ തിങ്ക് നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ടൊവിനോയുടെ ഒരു സോളോ മൂവി ആയേക്കാനാണ് ചാൻസ്. ടൊവിനോയുടെ ഒരു പേര് എവിടെയും പറയുന്നില്ലെങ്കിലും ഇവിടെ ചാത്തൻ എന്നാണ് ക്രെഡിറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ഒരു ടൊവിനോ അല്ല, 2 ടൊവിനോയെ കാണിക്കുന്നുണ്ട് ആക്ച്വലി. ഈ ടൊവിനോ അല്പം ഗൂഫി ആൻഡ് ഒരു ഹീറോ സെറ്റപ്പ് ആണെങ്കിൽ ലാസ്റ്റ് കാണിക്കുന്ന ടൊവിനോ കുറച്ച് ടെററാണെന്നാണ് നമുക്ക് ഒരു പറയുന്നതിലൂടെ അറിയാൻ സാധിക്കുന്നത്. ടൊവിനോയ്ക്ക് ഒരേ ലുക്കുള്ള 149 സംതിങ് സഹോദരങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിലൊരു ടൊവിനോയാണ് ലാസ്റ്റ് കാണിച്ച ചാത്തൻ. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ARMൽ മണീൻ്റെ ലുക്ക് ഓർമ്മ വന്നു. ചിലപ്പോൾ ആ യൂണിവേഴ്സിലോട്ട് കണക്റ്റ് ആക്കാനൊരു ഇതായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ ഒരു റെഫറൻസ് ആയിട്ട് ആ ലുക്ക് എടുത്തതായിരിക്കാം. നെക്സ്റ്റ് വാസ് DQ ഒടിയൻ. ദുൽഖർ സൽമാൻ്റെ ക്യാരക്ടറിനെയും കുറേ പേർക്ക് മനസ്സിലായിട്ടില്ലെന്നു. കാരണം കുറേ പേര് വന്ന് ചോദിച്ചിരുന്നു DQൻ്റെ ക്യാരക്ടർ നെയിം എന്താണ്, DQ എന്താണ്. ലാസ്റ്റ് യമൻ എന്ന് പറയുന്നത് യമൻ എന്നാണ് ഉള്ള പേര്. പക്ഷേ ക്രെഡിറ്റ്സിൽ കൊണ്ടിരിക്കുന്നത് ഒടിയൻ എന്നാണ്. ഒടിയൻ്റെ മെയിൻ പവർ എന്താണെന്ന് നമുക്ക് ലാലേട്ടൻ ഒടിയൻ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഷേപ്പ് ഷിഫ്റ്റിംഗ് ആണ്. പക്ഷേ ഇതിൽ ഷേപ്പ് ഷിഫ്റ്റിംഗ് അല്ല ഒടിയൻ്റെ പവറായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇതിൽ കാണിക്കാത്തതാണോ ഇനി വരും പല പ്രൊജക്റ്റിൽ കാണിക്കുമെന്ന് അറിയില്ല. ഇതിലൊരു വാമ്പയർ ഹണ്ടർ സെറ്റപ്പാണ് ഒടിയൻ കൊടുത്തിരിക്കുന്നത്. പുറത്ത് 2 വാളൊക്കെ വെച്ച് കുറേ പേരെ ഹണ്ട് ചെയ്യുന്ന ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീക്വൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്തതാണ് മമ്മൂക്കാസ് മൂത്തോൻ. ഈ ചിത്രത്തിലെ ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ മൂത്തോനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോപ്പർ ഫേസ് റിവീൽ ഒന്നും ഈ ചിത്രത്തിൽ ഇല്ലെങ്കിലും പടത്തിൽ ഉടനീളം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. മൂത്തോനാണ് ചന്ദ്രയെ ബാംഗ്ലൂരിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അത് എന്തിനാണെന്നുള്ളത് പടത്തിൽ ഇപ്പോഴും നമുക്ക് റിവീൽ ആയിട്ടില്ല. മേ ബി ഒരു ഗ്രേറ്റർ ത്രെറ്റിനെ നേരിടാനുള്ള ഒരു ടീമായിട്ടായിരിക്കും ചന്ദ്രയെ വിളിച്ചു വരുത്തിയത്. ചന്ദ്രയും ചാത്തനും മുബീനും ഒക്കെ ചേർന്നൊരു ടീം ഫോർമേഷൻ ആയിരിക്കും. പിന്നെ നസ്രൻ ചെയ്ത സണ്ണി എന്ന ക്യാരക്ടറും എനിക്ക് അത്യാവശ്യം മിസ്റ്റീരിയസ് ആയിട്ടാണ് തോന്നുന്നത്. ചന്ദ്ര ബാംഗ്ലൂരിലേക്ക് വന്നത് സണ്ണി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി സണ്ണി ഒരു ഇമ്മോർട്ടൽ ആവാൻ ചാൻസ് ഉണ്ട്. മേ ബി ഓർമ്മകൾ നശിച്ച കാരണം പുള്ളിക്ക് അത് അറിയാതിരിക്കാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതൊരു കല്യാണി പറഞ്ഞ പോലെ ഒരു പുനർജന്മം ആകാനും ചാൻസ് ഉണ്ട്. എനിക്ക് ആ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ഒരു മിസ്റ്ററി ഉള്ള പോലെയാണ് തോന്നിയത്. പിന്നെ ഒരു സീനിൽ ഒരുപാട് കെമിയോകൾ കാണിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. അതിൽ എല്ലാവരുടെയും ഫേസ് എനിക്ക് ഓർക്കുന്നില്ല. ഓർമ്മയുള്ളത് സൗബിൻ്റെ അഹാനയുടെ ആയിരുന്നു. അവരെ ഒരു പകൽ വെളിച്ചത്തിലാണ് കാണിച്ചത്. മേ ബി അവർ വാമ്പയർസ് അല്ലായിരിക്കാം, അല്ലെങ്കിൽ ഫ്രഷ്ലി ആയിട്ടുള്ള വാമ്പയേഴ്സ് ആയിരിക്കാം. ഫ്രഷ്ലി ആയിട്ടുള്ള വാമ്പയേഴ്സിന് പകൽ വെളിച്ചത്തെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് പടത്തിൽ പറയുന്നു. അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ഒരു സ്പീഷീസ് ആക്കുക, വേറെ ചാത്തനോ അല്ലെങ്കിൽ മാടനോ മർദിയോ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കാം. സോ പേഴ്സണലി മലയാളത്തിലെ ഏറ്റവും പൊട്ടൻഷ്യലുള്ള യൂണിവേഴ്സ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ലോക യൂണിവേഴ്സ് തന്നെയാണ്. മലയാളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്റ്റാർസിനെ വരെ ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സ് തന്നെയാണ്. അതിൻ്റെ ക്രെഡിറ്റ് DQവിന് തന്നെയാണ്. പുള്ളി എപ്പോഴും ഒരു പവർഫുൾ പ്രൊഡ്യൂസർ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ക്യാമിയോസും ഒക്കെ ഈ പടത്തിൽ കൊണ്ടുവരാൻ സാധിച്ചത്. പുള്ളി ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയതുകൊണ്ട് നമുക്ക് ഒരു പാൻ ഇന്ത്യൻ ക്യാരക്ടേഴ്സിനെ ഈ യൂണിവേഴ്സിൽ പ്രതീക്ഷിക്കാം. കൂടാതെ പറയാൻ വിട്ടുപോകണ്ടാത്തൊരു പേരാണ് ഡൊമിനിക് അരുൺ. പുള്ളിയുടെ തരംഗം സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു അൺറേറ്റഡ് പടമാണ്, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. പക്ഷെ അന്നത് ഫ്ലോപ്പായിരുന്നു. പുള്ളി ആ സിനിമയ്ക്ക് ശേഷം ഏഴോളം വർഷങ്ങൾക്ക് ശേഷം ബ്രേക്ക് എടുത്ത് ചെയ്യുന്നൊരു പടമാണിത്. സോ ആ പടം കണ്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കും, നമുക്ക് ഇഷ്ടമാകും. പിന്നെ ഞങ്ങളൊരു സ്പോയിലർ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ലോക സിനിമയിലെ സ്പോയിലേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ചർച്ചകളെ പറ്റി സംസാരിക്കുന്ന ഗ്രൂപ്പാണ്. ഭാവിയിൽ ഇത് ലോക യൂണിവേഴ്സിനെ പറ്റി സംസാരിക്കാനുള്ള ഒരു ഗ്രൂപ്പായിട്ട് മാറ്റുന്നുണ്ട്. സോ
എല്ലാവരും ചെക്കൗട്ട്. സൈനിങ് ഔട്ട് ഫ്രം ഷെഡോൺ ടാക്സ്.